ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയിക്കുന്നല്ല വിവരം അറിയായത്. കഴിഞ്ഞ ജൂലൈ 30-ന് ഉരുള് പൊട്ടിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചാണ് സർക്കാർ. മാറ്റി പാർപ്പിച്ചെന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് വാടക തരാം, നിത്യകൂലിയായ 9,000 രൂപ മാസം തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മാറി താമസിച്ചതിന് ശേഷം സർക്കാർ ഞങ്ങൾക്ക് ഇപ്പോൾ 9,000 രൂപയും തരുന്നില്ല, വാടകയും തരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെരും മഴയത്ത് പോലും ഈ സ്ത്രീകളടക്കം ചാക്ക് കെട്ടിയിട്ട് ഇവിടെ ജോലിക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ മഴയത്ത് ഇവിടെ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല. സർക്കാരിന്റെ പൈസ തരണ്ട, ഓരോ സംഘടനക്കാർ കൊടുത്ത കോടികളില്ല സർക്കാരിന്റെ കയ്യിൽ. ആ പൈസ ഒരു വീതം ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു 300 രൂപ വെച്ച് കൊടുക്കാൻ സർക്കാരിന് എന്താ ചെലവ് വരുന്നത്? സർക്കാരിന്റെ കയ്യിലുള്ള പൈസയല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് ഈ വേലിപ്പാലത്തിൽ വന്ന് നിൽക്കുന്നത്. പോലീസുകാർ മുഖം നോക്കി കാര്യം പറയുമ്പോ അയാൾ ചൂടാകുക, ആ ഓഫീസർ ചൂടാകുക. മുഖം നോക്കി ഞങ്ങള് പോലീസുകാരൊക്കെ നോക്കി. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയിക്കുന്നല്ല വിവരം അറിയായത്. ഞങ്ങൾ ഒരു ഇഞ്ച് ഇവിടുന്ന് പിന്നോട്ട് പോവില്ല. അതിന് തീരുമാനം ഞങ്ങൾക്ക് വേണം. അതല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. കാരണം ഞങ്ങൾ ചോദിക്കുന്ന ഒന്നല്ല, സർക്കാരിന്റെ കയ്യിൽ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട്. നിങ്ങൾ പറഞ്ഞ 160 ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. 400 കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം. 1026 കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾ മാത്രം ഇവിടെ മണിക്ക് തുടങ്ങിയതാണ് ഈ മഴ. ഈ രീതിയിൽ മഴ വന്ന് ഞങ്ങൾ നിൽക്കേണ്ട അത് വില്ലേജിന്റെ പാലത്തിന് മേലെ പെട്ടെന്ന് വെള്ളം കയറിക്കാൻ ഞങ്ങൾ അവിടുന്ന് ഓടുന്നത്. കാരണം പെട്ടെന്ന് വെള്ളം കയറി വരികയാണ്. ആ വില്ലേജിന്റെ പാലം ആ ഭാഗം മുഴുവൻ മുങ്ങിപ്പോയി. അത് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് എല്ലാവരും കൂടി ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നതാണ്. ഇത് ഈ എന്താ പറയാ 198 കോടി രൂപ ചെലവാക്കിയ പുഴയാണ്. ഈ വെള്ളം ഇതിനെ പോകുന്നത് നമ്മൾ കണ്ടു. ഇത് വെള്ളം പുഴനെ നേരെ വഴിക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോടി ഇവിടെ ചെലവാക്കിയത്. എന്നിട്ട് ഇത് വെള്ളം എങ്ങോട്ടാ പോയതെന്ന് നമ്മൾ കണ്ടു. 50,000 രൂപ ഞങ്ങൾക്ക് മാസം കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങളോട് എന്താ പറഞ്ഞാൽ താലൂക്ക് പോയപ്പോ വില്ലേജ് ഓഫീസർ എഴുതി വെച്ചത് എന്താണെന്നറിയാം, ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ വക ഉണ്ടെന്ന്. എന്ത് വക ഞങ്ങൾക്കുള്ളത്? ഇതുപോലെ നല്ല വകത്തിൽ ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ വകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുന്നത്. അല്ലാതെ ഞങ്ങളിങ്ങനെ കൈകാട്ടി ജീവിച്ച ആൾക്കാരേ അല്ല. ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ച ആൾക്കാരാണ്. ഞങ്ങൾ ഈ നാട് ഇങ്ങനെ ആയിപ്പോയി. ഞങ്ങൾ ഇങ്ങോട്ട് കൈകാട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തി. ഇപ്പോൾ ഈ വേലിപ്പാലത്ത് വന്നിട്ട് ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളെ കുടുംബം, നാട്, വീട് എല്ലാം പോയി. ഞങ്ങൾക്ക് ഇനി എന്തിനാ പേടിക്കണം? ഞങ്ങൾക്ക് പേടിയേ ഇല്ല.